ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചരിത്ര നിമിഷത്തിന് നാം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതെ, ആഗോള നായർ സമുദായ സംഘടനകളുടെ കൂട്ടായ്മയായ ദ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ഇന്ന് പിറവിയെടുക്കുന്നു. NSS ഡൽഹിയെക്കുറിച്ച് രണ്ട് വാക്ക്. 1860 സൊസൈറ്റി ആക്ട് അനുസരിച്ച് 1984 ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിച്ച നായർ സർവീസ് സൊസൈറ്റി ഇന്ന് 27ാമത് വാർഷിക ദിനം കൊണ്ടാടുകയാണ്. ഡൽഹിയുടെ സാമൂഹിക മേഖലകളിൽ ചലനങ്ങൾ മെനഞ്ഞുകൊണ്ട് സാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സംഘടന. കേരളത്തിന്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകം പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ സദാ കർമ്മനിരതമായ NSS ഡൽഹി മറ്റ് സംഘടനകളുമായി സഹകരിച്ച് മലയാളികളുടെ കൂട്ടായ്മയ്ക്കായി അനവരതം പ്രവർത്തിക്കുന്നു. 2008 ഒക്ടോബർ 9 ഇതേ വേദിയിൽ വെച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ ലാൽകൃഷ്ണൻ അദ്വാനി ആദ്യ ഗ്ലോബൽ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നു. ലോകമെമ്പാടുമുള്ള നായർ സമുദായ സംഘടനകളുടെ സഹകരണത്തോടെ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ശുഭാരംഭം കൂടി കുറിക്കുകയാണ് ഇന്ന്. തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാനതിലിരും നാടു കനകലിപികളിൽ എഴുതിയ കവിത തന്നഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാനതിലിരും നാടു കനകലിപികളിൽ എഴുതിയ കവിത തന്നഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. സരയുവിനൊരു ചുടുനീ കണമായ ഏതേതോ കഥയിൽ സരയുവിനൊരു ചുടുനീ കണമായ കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയും പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി
മധുമൊഴി രാധേ നിന്നെ തേടി മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി കുതിരും മൗനം നിൻ സ്വരമണ്ഡപനടയിലുണർന്നൊരു പൊൻതിരിയായവനെറിയുകയല്ലോ നിൻ പ്രിയ നർത്തനവനിയിലുണർന്നൊരു മൺതരിയായി സ്വയം ഒരുകുകയല്ലോ സരിഗരിഗമ സാരിഗരിഗമ ഗമപ മാപദ മാപ തപദാനി മാപദ ബാദനി ദാനി ദനി മാഗരി സനി സരിഗ സ മാഗരി സനി സരിഗ സ മാഗരി സനി സരിഗ സ മാഗരി സനി സരിഗ. And now may I have Padma Shri Dr. Ravi Pillai to address the audience and convey the greetings. ഡൽഹിയിലെ യുഎസ്എസ് മനുഷ്യന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവർത്തനം. Shri Pitambara Kurup, Honorable Member of the Parliament, for the keynote address. ഒരു പുണ്യ നിയോഗം പോലെയാണ് ഇന്ന് ഈ സംഭവം ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. ആരാധ്യനായ മന്നത്ത് പത്മനാഭന്റെ ആത്മാവ് ആഹ്ലാദം തൂകുന്ന നിമിഷമായിരിക്കും ഇത് എന്ന് ഞാൻ എളിമയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വളരെ അച്ചടക്കത്തോടെ, വളരെ നെറിയോടെ, വളരെ മര്യാദയോടെ, വളരെ വിവേകത്തോടെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വം, ചങ്ങനാശ്ശേരി കോർട്ടേഴ്സ് ആയിട്ടുള്ള നേതൃത്വം ആ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ ഒരു സമുദായത്തിന്റെ മോക്ഷത്തിനും ക്ഷേമത്തിനും വേണ്ടിയല്ല ഈ പ്രസ്ഥാനം തുടങ്ങിയത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ഉൾപ്പെടെ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. വക്യം സത്യഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്ത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഗുരുവായൂർ സത്യഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ പങ്കെന്ത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും ഒരുക്കിയ നിരവധി പദ്ധതികളെ കേരളീയ സമൂഹത്തിൽ ഏറ്റെടുത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് SNDP യോഗവും നായർ സർവീസ് സൊസൈറ്റി. ഇത് ഒരു മഹാപ്രസ്ഥാനമായി, ഒരു ഗംഗാതീർത്ഥം പോലെ ഇത് പ്രവർത്തിക്കട്ടെ, പ്രവഹിക്കട്ടെ, ഉറച്ചു നിൽക്കട്ടെ, കരുത്താർജിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ரத்தம் வராதே அப்படி அப்படி வாடா மாப்பிள்ள வாழப்பழ தோப்புல வாலிபால் ஆடலாமா ஆடும் சாக்குல சைக்கிள் கேப்ல கிழக்கு புடி போடலாமா ராமா ராமா Don't angry. And now may I call upon Senior Advocate of Supreme Court of India, Shri K.K. Venugopal, the patron of Nair Service Society, Delhi, for the presidential address. Shri Vaila Ravi, Shri T.K. Nair, Shri M.K.J. Pillai, eminent persons on the dais, honorable representatives of the various Nair service societies in different parts of the world. I believe that this is a very, very important day in the life of the Nairs of this country and worldwide as well. That is because up till now we have been having different organizations doing their own little charitable
and other social work, but never getting together for the purpose of becoming one cohesive, organized, unified association. It is not the Nayars from Changanassery alone or from Kerala or from India, but today the vision that we have is to bring into existence one single unified organization. And you can believe as to what exactly will be the power that we will wield. And you will find that we are sought after for various reasons. Charitable, and we will be a very highly organized and respected institution. And that is what is going to be created today. That is the Global Nayar Service Society. And we cannot have a function of this nature unless we first pay homage to that great soul, Sri Mannathu Padmanabhan. It is a vision of that one person who found that so far as the Nayars were concerned, who were once great soldiers, the nobility, the warriors, who had fallen on bad times because of, I think, not sufficient education, superstition, wasteful ways of living, then rituals which would last for days and days, where they would borrow monies and spend on what they did not have. And it was his vision in starting one lower primary school, which today has become a huge educational complex. It is that which we are trying to replicate by sowing a further seed to what he has sown. A seed by which the Nayars all over the world are going to be united. And with this seed, you can take it from me that because we do not have any dissensions among ourselves, because so far as we are concerned, we are having not only the interests of our community, but also the communities in which we live in different parts of the world, in the United States, in England, in the Middle East, wherever it may be. It is this tree which will grow up and flourish. And one day we will be very proud, because decades later when we sit back and look back, this day is going to be a very, very important day in the lives of the Nayars. Therefore, I am hoping, and I have no doubt, that our hopes and aspirations will be answered, that we will be able to achieve what we would consider to be impossible. That is, so far as Nayars are concerned, it's not a caste merely. It is a way of life. It is a way of life with values. And this organization, this huge Global Nayar Service Society, will now bear fruit in the decades to come, so that each one of us will hold our heads high again, as we are doing as warriors, and we will continue to be warriors. Thank you. വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ മഹത്തായ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ പീതാംബര കുറുപ്പ് അദ്ദേഹത്തിൻ്റെയും ശ്രീ വേണുഗോപാലിൻ്റെയും നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ മഹത്തായ ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്നുവെന്ന് MKG പറയുകയുണ്ടായി. മഹത്തായ ആ എല്ലാ സംരംഭങ്ങൾക്കും പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന്, സമുദായത്തിലെ മനുഷ്യ സമുദായത്തിലെ ആശ്രയ ഇല്ലാത്ത ആലംബരഹിതരായ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഒരു സംഘടനയായി ഈ സംഘടനയുടെ അല്ലെങ്കിൽ NSSൻ്റെ പ്രവർത്തനങ്ങൾ രൂപം കൊള്ളുന്നത് ഏത് മനുഷ്യനെയും ആഹ്ലാദിപ്പിക്കുകയും ഏത് മനുഷ്യനും പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു സത്കർമ്മമാണ്. ഒരു ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു പ്ലാറ്റ്ഫോം, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം
നിർമ്മിക്കുന്നതിനുള്ള ഒരു പരിപാടിയും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് വളർന്ന് വലുതായി ലോകം എമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും നമുക്ക് ഒരു 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 കൂട്ടായ്മയുടെ ഭാഗമായി, അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ തുടക്കമായി അത് വളർന്നു വരട്ടെ. NSS എന്ന് പറയുന്ന സാമൂഹിക സംഘടന വളർന്ന് മനുഷ്യ സമുദായത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത് സംഘടനയുടെ ശക്തമായ ഒരു ഭാഗമായി വരട്ടെ എന്ന് ഈ വിജയദശമി ദിവസത്തിൽ NSSൻ്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.